അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിലെ 2ാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അദ്ദർസു സാനി 2ാം പാഠം. പാഠത്തിൻ്റെ ഹെഡിങ് അൽ ജംഇയ്യത്തുൽ അദബിയ്യത്തു. അൽ ജംഇയ്യത്തുൽ അദബിയ്യത്തു സാഹിത്യ സമാജം. സർഗമേളക്കാണ്, സാഹിത്യ സമാജത്തിനാണ് അൽ ജംഇയ്യത്തുൽ അദബിയ. അദബിയ സാഹിത്യം, ജംഇയ്യത്ത് സമാജം, സാഹിത്യ സമാജം. അർഷദുൻ ദാരിസുൻ ഫി സാബിഇ ഫി മദ്രസത്തിൽ അൽ ഹിക്മ ബി കണ്ണൂർ. പാഠഭാഗത്ത് നല്ലൊരു സാഹിത്യ സമാജത്തിന്റെ സ്റ്റേജ് ഉണ്ട്. അതിലൊരു കുട്ടി പാട്ടുകൾ പാടുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അർഷദുൻ ദാരിസുൻ ഫി സാബിഇ ഫി മദ്രസത്തി അൽ ഹിക്മ ബി കണ്ണൂർ. അർഷദ് ദാരിസുൻ, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്. ദാരിസുൻ വിദ്യാർത്ഥിയാണ്. ഫി സാബിഇ 7ാം ക്ലാസ്സിലെ. സൊഫ് എന്നാൽ ക്ലാസ്, സുഫൂഫ് എന്നാണ് അതിന്റെ ജംഅ്, ബഹുവചനം. ഫി സാബിഇ 7ാമത്തെ ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അർഷദ്. ദാരിസുൻ വിദ്യാർത്ഥി, തിൽമീദ്, തോലിബ് എന്നൊക്കെ പര്യായ പദമാണ്, മുത്തറാദിഫാണ് ദാരിസിന്റെ. ഫി മദ്രസത്തി അൽ ഹിക്മ, അൽ ഹിക്മ മദ്രസയിലെ, അൽ ഹിക്മ സ്കൂളിലെ. ബി കണ്ണൂർ, കണ്ണൂരിലെ അൽ ഹിക്മ മദ്രസയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർഷദ്. ഉഖീമത്ത് ഫി മദ്രസത്തിഹി അൽ ജംഇയ്യത്തുൽ അദബിയ്യത്തു. ഉഖീമത്ത് ഫി, അദ്ദേഹത്തിന്റെ മദ്രസയിൽ സംഘടിപ്പിച്ചു, മദ്രസ സംഘടിപ്പിച്ചു. ഖീമത്ത് ഫി മദ്രസത്തിഹി അവന്റെ മദ്രസയിൽ സംഘടിപ്പിച്ചു ജംഇയ്യത്തുൽ അദബിയ്യത്തു സാഹിത്യ സമാജം. ഷാറക ഫിഹ, അതിൽ പങ്കെടുത്തു. ഷാറക ഫി എന്നാൽ പങ്കെടുത്തു. ഫിഹ അതിൽ. ദാരിസൂന വിദ്യാർത്ഥികൾ, ദാരിസുൻ എന്നതിന്റെ ജംആണ് ദാരിസൂൻ, വിദ്യാർത്ഥികൾ. മിന സുഫൂഫി ഇൽ മുഖ്തലിഫത്തി, വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ നിന്നുള്ള. സൊഫുൻ ജമ്മ് സുഫൂഫ്, മുഖ്തലിഫത്ത് മുത്തനവ്വിഅത്ത്, വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ നിന്നുള്ള, അത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെയുള്ള ആ ക്ലാസ്സുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെല്ലാം അതിൽ പങ്കെടുത്തു. വഖദ്ദമു അവർ അവതരിപ്പിച്ചു. ബറാമിജ മുത്തനവ്വിഅത്തിൻ, ബർമജുൻ ജമ്മാണ് ബറാമിജ്, പ്രോഗ്രാമുകൾ, പരിപാടികൾ, പ്രോഗ്രാമുകൾ. മുത്തനവ്വിഅത്തിൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ, വിവിധങ്ങളായ. മുഖ്തലിഫത്ത് എന്ന അതേ അർത്ഥം തന്നെയാണ് മുത്തനവ്വിഅത്ത്, പര്യായ പദമാണ്. മുഖ്തലിഫത്ത്, മുത്തനവ്വിഅത്ത് എന്നാൽ വ്യത്യസ്തങ്ങളായ, വിവിധങ്ങളായ. ഷാറക ഫിഹ ദാരിസൂന മിന സുഫൂഫിൽ മുഖ്തലിഫത്തി വഖദ്ദമു ബറാമിജ മുത്തനവ്വിഅത്തൻ. വിവിധങ്ങളായ ക്ലാസ്സുകളിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയും അവർ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഖദ്ദമ പി എന്നാൽ അവതരിപ്പിച്ചു. ഖദ്ദമത്ത് മുഹ്സിനത്തു, മുഹ്സിന എന്ന ഒരു വിദ്യാർത്ഥിനി, അവൾ അവതരിപ്പിച്ചു. മിന സഫിൽ അവൽ 1ാം ക്ലാസ്സിലെ. നശീദത്തൻ ഈമാഇയത്തൻ, നശീദത്തൻ ഈമാഇയത്ത് എന്നാൽ ആംഗ്യഗാനത്തിനാണ് നശീദത്തൻ ഈമാഇയത്ത് എന്ന് പറയുന്നത്. 1ാം ക്ലാസ്സിലെ മുഹ്സിന ആംഗ്യഗാനം അവതരിപ്പിച്ചു. ഖദ്ദമ റാഷിദ് അവതരിപ്പിച്ചു. മിന സഫി സാനി 2ാം ക്ലാസ്സിലെ. നശീദത്തൻ ഇസ്ലാമിയത്തൻ, ഇസ്ലാമിക ഗാനം 2ാം ക്ലാസ്സിലെ റാഷിദ് അവതരിപ്പിച്ചു. സുമ പിന്നീട് ഖദ്ദമത്ത് ഫാത്തിമത്തു മിന സഫി സാലിസ്, 3ാം ക്ലാസ്സിലെ ഫാത്തിമ അവതരിപ്പിച്ചു. ഖിസ്സത്തൻ മലയാളമീയത്തൻ, മലയാള കഥ. ഖിസ്സത്ത് എന്നാൽ കഥ, ഖിസ്സസ് എന്നാണ് അതിന്റെ ജംഅ്. ഖിസ്സത്ത് കഥ, മലയാള കഥയാണ് 3ാം ക്ലാസ്സിലെ ഫാത്തിമ അവതരിപ്പിച്ചത്. ഖദ്ദമ അഷ്റഫ് അവതരിപ്പിച്ചു. മിന സഫി റാബിയ 4ാം ക്ലാസ്സിലെ. ഷിഅറൻ മലയാളമീയൻ, മലയാള കവിത. ഷിഅർ എന്നാൽ കവിത, മലയാളത്തിലുള്ള കവിതയാണ് 4ാം ക്ലാസ്സിലെ അഷ്റഫ് അവതരിപ്പിച്ചത്. സുമ്മ ഖദ്ദമത്ത് ജമീലത്തു, പിന്നെ ജമീല അവതരിപ്പിച്ചു. സുമ്മ എന്നാൽ പിന്നീട്. ഖദ്ദമത്ത് അവതരിപ്പിച്ചു. ജമീലത്തുൻ വ ജമീലാത്തുഹ അവളുടെ കൂട്ടുകാരികളും. ജമീലത്തുൻ ജമ്മാണ് ജമീലാത്ത്, കൂട്ടുകാരികൾ. സ്വദീഖാത്ത് വ ജമീലാത്തുഹ അവളുടെ കൂട്ടുകാരികളും. ജമീലയും അവതരിപ്പിച്ചു. മിന സഫിൽ ഖാമിസ് 5ാം ക്ലാസ്സിലെ. നശീദത്തൻ അറബിയത്തൻ ജമാഅയ്യത്തൻ ഗ്രൂപ്പ് സോങ്. നശീദത്ത് എന്നാൽ പാട്ട്, ഗാനം. അറബിയത്ത് അറബിയിലുള്ള. ജമാഅയ്യത്ത് എന്നാൽ ഗ്രൂപ്പ് സോങ്, സംഘഗാനമാണ്. ജമീലയും അവളുടെ കൂട്ടുകാരികളും, 5ാം ക്ലാസ്സിലെ ജമീലയും അവളുടെ കൂട്ടുകാരികളും അവതരിപ്പിച്ചത്. അൽഖ ജാബിറുൻ മിന സഫി സാദിസ് ഖുത്ബത്തൻ ഇൻജിലീസിയത്തൻ. അൽഖ ജാബിർ അവതരിപ്പിച്ചു. ജാസിർ അവതരിപ്പിച്ചു. മിന സഫി സാദിസ് 6ാം ക്ലാസ്സിലെ. സിത്തത്ത് എന്നാൽ 6, സാദിസ് എന്നാണ് 6ാം ക്ലാസ്, 6ാം എന്നുള്ളതിന് പറയാ. മിന സഫി സാദിസ് 6ാം ക്ലാസ്സിലെ ജാസിർ അവതരിപ്പിച്ചു. ഖുത്ബത്തൻ ഇൻജിലീസിയത്തൻ ഇംഗ്ലീഷ് ഖുത്ബ, ഇംഗ്ലീഷ് പ്രസംഗം. വഫി നിഹായ അവസാനത്തിൽ. ഖാമ അഷ്റഫുൻ ബി ഇൽഖായി ഖുത്ബത്തിൻ അറബിയത്തിൻ. അവസാനത്തിൽ അർഷദ് അദ്ദേഹം ഒരു അറബി പ്രസംഗം അവതരിപ്പിച്ചു. ഖാമ ബി എന്നാൽ നിർവഹിച്ചു.
അർഷദ ബിൽഖായി ഖുത്ബത്തിൻ അറബിയത്തിൻ. അർഷദ് ഒരു അറബി ഖുത്ബയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഹയ്യ വരൂ, നഖ്റ ഖുത്ബത്ത അർഷദിൻ, അർഷദിന്റെ ഖുത്ബ നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. നഖ്റ എന്നാൽ നമുക്ക് വായിക്കാം. ഖുത്ബത്ത അർഷദ്, അർഷദിന്റെ ഖുത്ബ. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. അൻ അയിൻ മൗദൂഇൻ തകല്ലമ, അദ്ദേഹം ഏത് വിഷയത്തെ സംബന്ധിച്ചാണ് പ്രസംഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാൻ. അൻ എന്നാൽ പറ്റി, കുറിച്ച്, സംബന്ധിച്ച്, നിന്ന് എന്നൊക്കെ അർത്ഥം വരുന്ന, എബൌട്ട് എന്നർത്ഥം വരുന്ന ഒരു ഹർഫാണ് അൻ എന്നുള്ളത്. ഐ ഏത്, മൗദൂഇൻ വിഷയത്തിൽ, തകല്ലമ അദ്ദേഹം സംസാരിച്ചു. ഏത് വിഷയത്തിലാണ് നമ്മളെ അർഷദ് ഖുത്ബ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അർഷദിന്റെ ഖുത്ബയാണ് നാം കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അബ്തദിഉ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാൻ, പരമകാരുണ്യകൻ. അർ റഹീം, കരുണാനിധി. റഹ്മാൻ എന്നാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്ന അള്ളാഹുവിന്റെ ഒരു നാമമാണ് റഹ്മാൻ എന്നുള്ള പദം. റഹീം എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ച് വിചാരണയുടെ അവസരത്തിലും അതിനുശേഷമൊക്കെ അള്ളാഹ് നൽകുന്ന കാരുണ്യത്തെ കുറിക്കുന്ന പദമാണ് റഹീം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. റബ്ബ്, രക്ഷിതാവ്. ആലമീൻ, ലോകരുടെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദ് ബിനു അബ്ദുല്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി, അതുപോലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, പിന്നീട് നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടാണ് നാം ഒരു ഖുത്ബ തുടങ്ങേണ്ടത്. ഖുത്ബയുടെ ഷർത്താണ് ഹംദ്, സ്വലാത്ത് എന്നുള്ളത്. വസ്സലാത്തു വസ്സലാമു, നബിയുടെ മേൽ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകട്ടെ. അല അഷ്റഫി അൽ അംബിയാഇ വൽ മുർസലീൻ, പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും എല്ലാം അവരിൽ ഏറ്റവും മാന്യനായ. അഷ്റഫ് എന്നാൽ ഏറ്റവും മാന്യൻ, ഏറ്റവും ബഹുമാനമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. മുഹമ്മദ് ബിൻ അബ്ദുള്ള മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകട്ടെ. വാല ആലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനു മേലും. ആല് എന്നാൽ കുടുംബമാണ്. ആല്, കുടുംബം. ആലോ ഇമ്രാൻ, ഇമ്രാൻ കുടുംബം. അഹ്ല്, ആല്, ഉസ്രത്ത് എന്നൊക്കെ വെച്ചാൽ അറബിയിൽ കുടുംബം എന്നാണ് അർത്ഥം. വസ്വഹ്ബിഹി, അത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരുടെ മേലിലും. അജ്മായിൻ, അവരുടെ എല്ലാവരുടെയും മേലും. വബാദ്. അയ്യുഹൽ അസാത്തിദത്തുൽ അഫാദിലു വൽ ഉസ്താദാത്തുൽ ഫാദിലാത്ത്. അയ്യുഹ എന്നാൽ ഹേ എന്നുള്ള ഒരു അഭിസംബോധന രീതിയാണ്. അസാത്തിദത്തുൽ ഫാദില, ഉസ്താദും ജമ്മാണ് അസാത്തിദത്ത്. അൽ അഫാദിൽ, ശ്രേഷ്ഠരായ അധ്യാപകരെ. വൽ ഉസ്താദാത്തുൽ ഫാദിലാത്ത്, ശ്രേഷ്ഠരായ അധ്യാപികമാരെ. വ ഇഖ്വാനി വ അഖവാത്തി. വ ഇഖ്വാനി, അഖുൻ ജമ്മാണ് ഇഖ്വാൻ, എൻ്റെ സഹോദരന്മാരെ. വ അഖവാത്തി, ഉഖ്തുൻ ജമ്മാണ് അഖവാത്ത്, എൻ്റെ സഹോദരന്മാരെ. അദ്ദാരിസൂൻ അൽ കിറാം, ബഹുമാന്യരായ വിദ്യാർത്ഥികളെ. വദ്ദാരിസാത്തുൽ കരീമാത്ത്, ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ. ഉഹിയുക്കും, ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ബിതഹിയത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അഭിസംബോധന കൊണ്ട്. ഉഹയ്യിക്കും ബിതഹിയത്തിൽ ഇസ്ലാം, ഇസ്ലാമിലെ അഭിസംബോധന കൊണ്ട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ ശ്രേഷ്ഠരായ അധ്യാപകന്മാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ഇസ്ലാമിലെ അഭിസംബോധന രീതിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. വറഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യവും. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും, അള്ളാഹുവിൻ്റെ കാരുണ്യവും, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, രക്ഷയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നുള്ള അഭിസംബോധന രീതി. ഉരീദു അൻ ഉഖദ്ദിമ അമാമക്കും ഫി ഹാദിഹിൽ മുനാസിബത്തി ഖുത്ബത്തൻ വജീസത്തൻ അൻ മൗളൂഇ അഹ്മിയത്തിൽ ലുഅത്തിൽ അറബിയ. ഉരീദു അൻ ഉഖദ്ദിമ അമാമക്കും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ ഉഖദ്ദിമ, അവതരിപ്പിക്കാൻ. അമാമക്കും, നിങ്ങളുടെ മുമ്പിൽ. അമാം എന്നാൽ മുൻപ്. കും, നിങ്ങളുടെ. വറാവ് എന്നാണ് പിന്നിൽ എന്നുള്ളത്. അമാമിന്റെ ഓപ്പോസിറ്റ് വറാവ്. ഫി ഹാദിഹിൽ മുനാസബത്തി, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഖുത്ബത്തൻ വജീസത്തൻ, ഒരു ചെറിയ ഖുത്ബ, പ്രസംഗം. അൻ മൗദൂഇ, വിഷയത്തെ സംബന്ധിച്ച്. മൗദൂ എന്നാൽ വിഷയം.
അഹ്മിയത്തിൽ ലൊഅത്തിൽ അറബിയത്തി, അറബി ഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച്. അഹ്മിയത്ത് എന്നാൽ പ്രാധാന്യം, അൽ-ലൊഅത്തിൽ അറബി, അറബി ഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഖുത്ബ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അയ്യുഹൽ മുസ്തമിഊൻ, ശ്രോതാക്കളെ, അയ്യുഹൽ മുസ്തമിഊൻ, കേൾക്കുന്ന ആളുകളെ, കേൾവിക്കാരെ, തുഅദ്ദുൽ ലൊഅത്തുൽ അറബിയത്തു അഖ്ദമൽ ലൊഅത്തിൽ ഹയ്യത്തി അലാ വജ്ഹിൽ അർള്. തുഅദ്ദു എണ്ണപ്പെടുന്നു, അൽ ലൊഅത്തുൽ അറബിയ അറബി ഭാഷ, അഖ്ദമൽ ലൊഅത്തി തിൽ ഹയ്യത്തി ജീവസുറ്റ ഭാഷകളിൽ ഏറ്റവും പൗരാണികമായ ഭാഷ, ഏറ്റവും പഴയ. അഖദം, ഖദീം എന്നാൽ പഴയത്, അഖദം അതിൻ്റെ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. അങ്ങേയറ്റം പഴയ, ഏറ്റവും പഴയ ഒരു ജീവസുറ്റ ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷയായി എണ്ണപ്പെടുന്നു. അലാ വജ്ഹിൽ അർള്, ഭൂലോകത്തെ, ഈ ഭൂമിയുടെ മുഖത്ത്, ഈ ഭൂലോകത്തെ, വജ്ഹ് എന്നാൽ മുഖം, അർള് എന്ന ഭൂമി, ഈ ഭൂലോകത്തെ ഒരു ജീവസുറ്റ ഭാഷകളിൽ ഏറ്റവും പൗരാണികമായ, ഏറ്റവും പഴയ ഭാഷയായി അറിയപ്പെടുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. വഹിയ ലൊഅത്തുൻ ആലമിയത്തുൻ, അതൊരു അന്താരാഷ്ട്ര ഭാഷയാണ്, അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അറബി ഭാഷ എന്നുള്ളത്. കമ അന്നഹ, അതുപോലെ തന്നെ, മിനൽ ലൊഅത്തിൽ മുഅ്തറഫത്തി ലദൽ ഉമമിൽ മുത്തഹിദത്തി, ഐക്യരാഷ്ട്രസഭ, UNO, ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കപ്പെട്ട, മുഅ്തറഫത്ത് എന്നാൽ അംഗീകരിച്ച, മിനൽ ലൊഅത്തി ആ ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. ഐക്യരാഷ്ട്രസഭ ഏതൊരു ഓർഡിനൻസും ഏതൊരു ചർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ 6 ഭാഷകളിലാണ് ഐക്യരാഷ്ട്രസഭ അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ. അതിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നീ 6 ഭാഷകളിലാണ് ഐക്യരാഷ്ട്രസഭ അംഗീകാരമുള്ള ഭാഷകൾ. അതിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത്. അറബി ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ അംഗീകാരം ലഭിച്ചു എന്നുള്ളത്. ഐക്യരാഷ്ട്രസഭ പുറപ്പെടുവിക്കുന്ന എന്ത് കാര്യങ്ങളും, ചർച്ചകളും അതുപോലെ ഏത് കാര്യങ്ങളും ഈ 6 ഭാഷകളിൽ എഴുതി രേഖപ്പെടുത്തപ്പെടും. അങ്ങനെയുള്ള ഒരു ഭാഷയാണ് 1973 മുതൽ തന്നെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാര ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത്. വഹിയ ലൊഅത്തുൽ ഉമ്മി ലി അദീദിൻ മിനദ്ദുവലിൽ ഇസ്ലാമിയ, വഹിയ അത് അറബി ഭാഷ, ലൊഅത്തുൽ ഉമ്മ മാതൃഭാഷയാണ്, ലി അദീദിൻ മിനദ്ദുവലിൽ ഇസ്ലാമിയ, ദൗലത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ദുവല്, രാഷ്ട്രങ്ങൾ, രാജ്യങ്ങൾ, നാടുകൾ. ഇസ്ലാമിക രാജ്യങ്ങളിൽപ്പെട്ട എണ്ണമറ്റ, അദീദ് എന്നാൽ എണ്ണമറ്റ, ധാരാളം, എണ്ണമറ്റ രാജ്യങ്ങളുടെ മാതൃഭാഷ കൂടിയാണ് അറബി ഭാഷ. 22ഓളം ഇസ്ലാമിക രാജ്യങ്ങളുടെ മാതൃഭാഷ കൂടിയാണ് അറബി ഭാഷ എന്നുള്ളത്. വഹിയ ലൊഅത്തുൽ ഖുർആനി വൽ ഹദീസി വൽ ഉലൂമിൽ ഇസ്ലാമിയത്തി, വഹിയ അത് അറബി ഭാഷ, ലൊഅത്തുൽ ഖുർആൻ ഖുർആന്റെ ഭാഷയാണ് അറബി ഭാഷ, വൽ ഹദീസി ഹദീസുകളുടെയും ഭാഷയാണ്, വ ഉലൂമിൽ ഇസ്ലാമിയ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെയും ഹദീസിന്റെയും ഖുർആന്റെയും ഭാഷയാണ് അറബി ഭാഷ. വഖദ് ഇസ്തഫല്ലാഹു, അള്ളാഹു തെരഞ്ഞെടുത്തു, ഇസ്തഫ എന്നാൽ തെരഞ്ഞെടുത്തു, അള്ളാഹു ലൊഅത്തുൽ അറബി അറബി ഭാഷയെ അള്ളാഹു തെരഞ്ഞെടുത്തു, ലിതകൂന ലൊഅത്ത കിതാബിഹി അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ഭാഷയായി തീരാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അറബി ഭാഷയാണ്. ലോകത്ത് ധാരാളം ഭാഷകളുണ്ട് എങ്കിലും സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അവന്റെ വചനത്തിന്റെ, അവന്റെ വേദഗ്രന്ഥത്തിന്റെ ഭാഷയാകാൻ തെരഞ്ഞെടുത്തത് അറബി ഭാഷയാണ്. അത് അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഉന്നതനായ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ, ഇന്നാ തീർച്ചയായും നാം, അൻസൽനാഹു നാം അതിനെ ഇറക്കി, നാം ഖുർആനെ നാം അവതരിപ്പിച്ചു, അറബിയൻ അറബി ഭാഷയിൽ, ലഅല്ലകും തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിന് വേണ്ടി ഖുർആനെ നാം അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അയ്യുഹൽ സുമലാ, എൻ്റെ കൂട്ടുകാരെ, അയ്യുഹൽ അഹിബാ, അയ്യുഹൽ അസ്തിഖാ, ജമീൽ സുമലാ, സ്വദീഖ് അസ്തിഖാ, അയ്യുഹൽ അഹിബാ, ഹബീബ് കൂട്ടുകാരെ, അയ്യുഹൽ സുമലാ എൻ്റെ കൂട്ടുകാരെ, ഇന്ന ലൊഅത്തുൽ അറബിയത മുർത്തബിദത്തുൻ ബിദീനിന, ഇന്ന തീർച്ചയായും അൽ ലൊഅത്തുൽ അറബി അറബി ഭാഷ മുർത്തബിദത്തുൻ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ബിദീനിന നമ്മുടെ മതവുമായി, ദീന് മതം, നമ്മുടെ മതവുമായി, ദീനിന നമ്മുടെ മതം, ബിദീനിന നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അറബി ഭാഷ. ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു,
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമു അൽ അറബിയ, നിങ്ങൾ അറബി നിങ്ങൾ പഠിക്കൂ, ഫൈനഹ മിൻ ദീനിക്കും, അത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തഅല്ലമു അൽ അറബിയത ഫൈനഹ മിൻ ദീനിക്കും, തഅല്ലമു അൽ അറബിയ ഫൈനഹ മിൻ ദീനിക്കും. യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്, അൻ നഹ്തമ്മ ബിൽ ലുഅത്തിൽ അറബിയ വഅൻ നതഅല്ലമഹ ജയ്യിദൻ. യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്, അൻ നഹ്തമ്മ ബി, ഇഹ്തമ്മ ബി എന്നാൽ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കുക, നാം പരിഗണിക്കുക, നാം ശ്രദ്ധിക്കുക. അൻ നഹ്തമ്മ ബിൽ ലുഅത്തിൽ അറബിയ, അറബി ഭാഷയെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. വഅൻ നതഅല്ലമഹ, അത് പഠിക്കലും ജയ്യിദൻ, വളരെ നന്നായി അറബി ഭാഷ പഠിക്കൽ നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടതാണ്. അസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്, അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം, അതിനുള്ള വിജയം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. തൗഫീഖ് എന്നാൽ അതിനുള്ള ഒരു വിജയം, ഒരു ഭാഗ്യം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് തൗഫീഖ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ, നല്ല വിജയം, നല്ല ഭാഗ്യം, നല്ലൊരു ഭാവി. അസ്അലുല്ലാഹ, ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നു, ലീ എനിക്കും വലക്കും നിങ്ങൾക്കും തൗഫീഖ, അള്ളാഹുവിൻ്റെ നല്ലൊരു വിജയവും നല്ലൊരു ഭാഗ്യവും നല്ലൊരു ഭാവിയും ഒക്കെ നിങ്ങൾക്ക് അറബി ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്കും തരട്ടെ. വഹുന, ഇവിടെ അഖ്തതിമു കലാമി, അഖ്തതിമു ഇഖ്തതമ ഇഖ്തതിമു, ഞാൻ അവസാനിപ്പിക്കുന്നു, കലാമി എൻ്റെ സംസാരം, മാ ജസീലി ശുക്രി ലക്കും അലാ ഹുസ്നിൽ ഇസ്തിമാ, മാ ജസീലി ശുക്രി, അങ്ങേയറ്റത്തെ ഒരു നന്ദിയോടുകൂടി, ജസീൽ എന്നാൽ ധാരാളം, ശുക്രി താങ്ക്സ്, മാ ജസീൽ ശുക്രി, ഞാൻ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു അങ്ങേയറ്റത്തെ ഒരു നന്ദിയോടുകൂടി ലക്കും നിങ്ങൾക്ക്, അലാ ഹുസ്നിൽ ഇസ്തിമാ, നല്ല ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ട്. ഹുസ്നി എന്നാൽ നല്ല നിലക്ക്, ഇസ്തിമാ ഇസ്തിമാ ശ്രദ്ധിച്ച് കേൾക്കുക. വഹുന അഖ്തതിമു കലാമി മാ ജസീൽ ശുക്രി ലക്കും അലാ ഹുസ്നിൽ ഇസ്തിമാ, എന്നെ നല്ല നിലക്ക് ശ്രദ്ധിച്ച് കേട്ട നിലക്ക് ഞാൻ എൻ്റെ എല്ലാവിധ നന്ദികളും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും സമാധാനവും ഒക്കെ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതാണ് അർഷദിൻ്റെ ഖുതുബ, ഇതാണ് ഈ പാഠം. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പദാനുപദാർത്ഥങ്ങളൊക്കെ പഠിക്കുക. അൽ അൻഷിതത്തു, ആക്ടിവിറ്റീസ്. നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴ്ത്തുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാം. മൻ അൽഖ അൽ ഖുത്ബത്തൽ ഇൻജിലിജിയാത്ത, ഇംഗ്ലീഷ് ഖുത്ബ ആരാണ് നിർവഹിച്ചത്? അൽഖ ജാസിറുൻ അൽ ഖുത്ബത്തൽ ഇൻജിലിസിയ. പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജാസിറാണ് ഖുത്ബത്തൽ ഇൻജിലിസിയ ഇംഗ്ലീഷ് ഖുത്ബ നിർവഹിച്ചത്. മാഹിയ അഖദമുൽ ലുആത്തിൽ ഹയ്യത്തി അലാ വജ്ഹിൽ അർള്, മാഹിയ ഏതാണ്, മൻ എന്ന് വെച്ചാൽ ആരാണ്, മാഹിയ ഏതാണ്, അഖദമുൽ ലുആത്ത് ഏറ്റവും പൗരാണികമായ ഭാഷകളിൽപ്പെട്ടൊരു ഭാഷ, അൽ ഹയ്യത്തി ജീവസുറ്റ പൗരാണികമായ ഭാഷയിൽപ്പെട്ടത് ഏതാണ്, അലാ വജ്ഹിൽ അർള് ഭൂമി ലോകത്തെ ഏതാണ്, അൽ ലുആത്തുൽ അറബിയ ഹിയ അഖദമു അൽ ലുആത്തിൽ ഹയ്യത്തി അലാ വജ്ഹിൽ അർള്, അൽ ലുആത്തുൽ അറബിയ അറബി ഭാഷയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൻ അൽഖ അൽ ഖുത്ബത്തൽ അറബിയ, അറബി ഖുത്ബ അറബി പ്രസംഗം ആരാണ് നിർവഹിച്ചത്? അറബി പ്രസംഗം നിർവഹിച്ചത് അർഷദാണ്. അൽഖ അർഷദുൻ അൽ ഖുത്ബത്തൽ അറബിയ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാദാ ഖദ്ദമത്ത് ജമീലത്തു വ ജമീലാത്തുഹ, ജമീലയും അവളുടെ കൂട്ടുകാരികളും എന്താണ് അവതരിപ്പിച്ചത്? ഖദ്ദമത്ത് ജമീലത്തു വ ജമീലാത്തുഹ നഷീദത്തൻ അറബിയത്തൻ ജമാഇയത്തൻ, ഗ്രൂപ്പ് സോങ് ആണ്, സംഘഗാനമാണ് അവതരിപ്പിച്ചത്. നഷീദത്തൻ അറബിയത്തൻ ജമാഇയത്തൻ, ഖദ്ദമത്ത് ജമീലത്തു വ ജമീലാത്തുഹ നഷീദത്തൻ അറബിയത്തൻ ജമാഇയത്തൻ എന്നാണ് അതിൻ്റെ ആൻസറുകൾ. രണ്ടാമത്തെ ആക്ടിവിറ്റി, നഖ്താറു അൽ ഇജാബത്ത സ്വഹീഹത്ത, ശരിയായ ഉത്തരങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, അൽ ഇജാബത്ത ഉത്തരങ്ങളെ, അസ്വഹീഹത്ത ശരിയായത്. 3 ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യനും 4 ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഖദ്ദമ അഷ്റഫുൻ മിന സൊഫി റോബിയ, 4ാം ക്ലാസ്സിലെ അഷ്റഫ് അവതരിപ്പിച്ചു. ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഷൊറൻ അറബിയൻ, അറബി കവിത, നഷീദത്തൻ ഇസ്ലാമിയത്തൻ, ഇസ്ലാമിക ഗാനം, ഷൊറൻ മലയാളമിയൻ, മലയാളം കവിത, ഖുത്ബത്തൻ ഇൻജിലിസിയത്തൻ ഇംഗ്ലീഷ് പ്രസംഗം. ഖദ്ദമ അഷ്റഫുൻ മിന സൊഫി റോബിയ ഷൊറൻ മലയാളമിയൻ, മലയാള കവിതയാണ് അഷ്റഫ് 4ാം ക്ലാസ്സിലെ അഷ്റഫ് അവതരിപ്പിച്ചത്. ഖദ്ദമ അഷ്റഫുൻ മിന സൊഫി റോബിയ ഷിഅറൻ മലയാളമിയൻ.
രണ്ടാം ക്വസ്റ്റ്യൻ ഖദ്ദമത്ത് ഫാത്തിമത്തു മിന ഡാഷ് ഖിസ്സത്തൻ മലയാളമീയത്തൻ. ഖദ്ദമത്ത് ഫാത്തിമത്തു, ഫാത്തിമ അവതരിപ്പിച്ചു മിന ഡാഷ് ഖിസ്സത്തൻ മലയാളമീയത്തൻ, മലയാളം കവിത. എത്രാം ക്ലാസ്സിലെ? സൊഫുൽ ഖാമിസ് 5ാം ക്ലാസ്, സൊഫുർ റാബിയ 4ാം ക്ലാസ്സിലെ, അസഫ് സാമിൻ 8ാം ക്ലാസ്സിലെ, അസഫ് സാലിസ് 3ാം ക്ലാസ്, ഖാമിസ് 5ാം റോബിയോ, സാമിന് സാലിസ്. ഫാത്തിമ എത്രാം ക്ലാസ്സിലായിരുന്നു? ഫാത്തിമ അസുഫ് സാലിസ് 3ാം ക്ലാസ്സിലായിരുന്നു. ഖദ്ദമത്ത് ഫാത്തിമത്തു മിന സൊഫി സാലിസ്, 3ാം ക്ലാസ്സിലെ ഫാത്തിമയാണ് ഖിസ്സത്തൻ മലയാളം കഥ, ഖിസ്സത്ത് എന്നാൽ കഥ അവതരിപ്പിച്ചത്. 3ാം ക്വസ്റ്റ്യൻ അൽ ലുഅത്തുൽ അറബിയ, അറബി ഭാഷ മിനൽ ലുഅത്തിൽ മുഅ്തറഫത്തി ലദാ ഡാഷ്. അറബി ഭാഷ മിനൽ ലുഅത്തിൽ മുഅ്തറഫത്തി, അംഗീകൃത ഭാഷകളിൽ പെട്ട ഒരു ഭാഷയാണ് ലദ, അവരുടെ അടുത്ത് ഡാഷ്. അൽ ബർലമാനുൽ ഹിന്ദിയ, ഇന്ത്യൻ പാർലമെന്റ്. ബർലമാനുൽ ഹിന്ദി എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് എന്നാണ്. അൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്ര സഭ. അൽ ഇത്തഹദുൽ ഔറൂബി, യൂറോപ്യൻ യൂണിയൻ. അൽ അംബ്രിക്ക, അമേരിക്കയിൽ. ഇവയിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായ ആൻസർ? അൽ ലുഅത്തുൽ അറബിയ്യത്തു മിനൽ ലുഅത്തിൽ മുഅ്തറഫത്തി ലദാ അൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്ര സഭയുടെ അടുത്ത് അംഗീകരിക്കപ്പെട്ട ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. അടുത്ത ആക്ടിവിറ്റി നുറത്തിബു അൽ കലിമ അതി തക്വന ജുംലത്തൻ, ഒരു വാചകമായി തീരുന്നത് വരെ നമുക്ക് പദങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. നുറത്തിബു, റത്തബ യുറത്തിബു, നുറത്തിബു നമുക്ക് ക്രമീകരിക്കാം. അൽ കലിമത്തുൻ ജമ കലിമാത്ത്, പദങ്ങളെ തക്കൂൻ ആയിത്തീരുന്നത് വരെ ജുംലത്തൻ, വാചകം. ഇതിൽ ഓരോ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറബിയത്ത് തഅല്ലമു ദീനിക്കും മിൻ ഫഇന്നഹ, തഅല്ലമു നിങ്ങൾ പഠിക്കൂ, ദീനിക്കും നിങ്ങളുടെ മതം, മിൻ പെട്ട, കാലിന് മുതൽ തൊട്ട് പെട്ട എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഹർഫാണ് മിൻ എന്നുള്ളത്. ഫഇന്നഹ തീർച്ചയായും അത്. തഅല്ലമു അൽ അറബിയ ഫഇന്നഹ മിൻ ദീനിക്കും എന്നാണ് പാഠഭാഗത്ത്. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വാക്കാണ്. തഅല്ലമു അൽ അറബിയ ഫഇന്നഹ മിൻ ദീനിക്കും, നിങ്ങൾ അറബി ഭാഷ പഠിക്കൂ, തീർച്ചയായും അത് നിങ്ങളുടെ മതത്തിൽ പെട്ടതാണ് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. അസ്സാബിഉ, 7ാമത്തെ അർഷദ് അൽഖ, അദ്ദേഹം നിർവഹിച്ചു, ഇട്ടു. അസ്വഫ് ക്ലാസ്, അറബിയത്ത് അറബി, ഖുത്ബത്തൻ പ്രസംഗം, മിന കാൽ നിന്ന് മുതൽ തൊട്ട് പെട്ട എന്നൊക്കെ അർത്ഥം വരുന്ന ഹർഫാണ് മിന എന്നുള്ളത്. ഇതൊരു വാചകമായി എപ്പോഴാണ് വരിക? ടെക്സ്റ്റ് ബുക്കിൽ വന്ന നിലക്ക് അൽഖ അഷ്റദുൻ മിന സൊഫി സാബിയോയ് ഖുത്ബത്തൻ അറബിയത്തൻ. അൽഖ അർഷദുൻ, അർഷദ് നിർവഹിച്ചു, മിന സൊഫി സാബിയോയ് 7ാം ക്ലാസ്സിലെ, ഖുത്ബത്തൻ അറബിയത്തൻ അറബി ഖുത്ബ, അറബി പ്രസംഗം. അത്തൗഫീഖ അല്ലാഹ് അസ്അലു വലക്കും ലി, അത്തൗഫീഖ് അള്ളാഹുവിൻ്റെ ഒരു ഭാഗ്യം, അള്ളാഹുവിൻ്റെ ഒരു വിജയം, നല്ല ഭാവി, നല്ലൊരു ഭാഗ്യം, നല്ല വിജയം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് തൗഫീഖ്. അള്ളാഹ് സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ. അസ്അലു ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നു, വലക്കും നിങ്ങൾക്ക്, ലി എനിക്കും. അസ്അലുല്ലാഹ ലി വലക്കും അത്തൗഫീഖ എന്നാണ് പറയുക. അസ്അലുല്ലാഹ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു, ലി എനിക്കും, വലക്കും നിങ്ങൾക്കും, അത്തൗഫീഖ അള്ളാഹുവിൻ്റെ ഒരു വിജയം, അള്ളാഹുവിൻ്റെ ഒരു ഭാഗ്യം, അള്ളാഹുവിൻ്റെ ഒരു ഭാവി. അടുത്ത ആക്ടിവിറ്റി നഖറഉ, നമുക്ക് വായിക്കാം. വനുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. അൽ ഹുറൂഫൽ മുലവ്വനത, കളർ കൊടുത്ത ഹർഫുകളെ നമുക്ക് ശ്രദ്ധിക്കാം. വനഫ്ഹമു, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. 7 ചോദ്യങ്ങളുണ്ട്. അൽ കിതാബു ഫിൽ ഹഖീബത്തി, ഇത് അറബി ഭാഷയിലെ ഹുറൂഫുൽ ജർറ്, നാമപദങ്ങൾക്ക് അവസാനത്തെ അക്ഷരത്തിന് ജർറ് കൊടുക്കുന്ന, അവസാനത്തെ അക്ഷരത്തിന് കെസ്ർ കൊടുക്കുന്ന, ജർറ് നൽകുന്ന ഹർഫുകളാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നാം പരിചയപ്പെടുന്നത്. താഴെ ഒരു മുറബയിലായിട്ട് കൊടുത്തിട്ടുണ്ട് അൽ ഹുറൂഫുൽ ജർറ് ഏതൊക്കെയാണെന്ന്. മിൻ, ഇല, അൻ, അല, ഫി, ബി, ഇലി. മിൻ, ഇല, അൻ, അല, ഫി, ബി, ഇലി എന്നീ ഹർഫുകൾ ഏതെങ്കിലും ഒരു ഇസ്മിന്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് ജർറ് കൊടുക്കണം, കെസ്റത്ത് കൊടുക്കണം. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തത് അൽ കിതാബു ഫിൽ ഹഖീബത്തി, അൽ കിതാബു പുസ്തകം, ഫിൽ ഹഖീബത്തി അത് ബാഗിൽ ഉണ്ട്, ബാഗിലാണ്. ഫി എന്നാൽ ഇൽ ഉണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ഫി. ഫി വന്നതുകൊണ്ട് തന്നെ ഹഖീബ തി, ഹഖീബത്തുൻ എന്നുള്ളത് തുൻ അവസാനത്തെ ലൊമ്മ് മാറിക്കൊണ്ട് തി എന്ന ജർറ് നൽകി, റഫ് മാറി അവിടെ ജർറ് നൽകി. അൽ കിതാബു ഫിൽ ഹഖീബ തി. യൻസിൽ മത്തറു മിനസ് സമായി, യൻസിലു ഇറങ്ങുന്നു, അൽ മത്തറു മഴ, മിനസ് സമായി ആകാശത്ത് നിന്ന്. സമായി എന്ന പദത്തിന് മുമ്പിലായിക്കൊണ്ട് മിൻ എന്ന ഹർഫ് ജർറ് വന്നപ്പോൾ സമാഉൻ എന്ന ആ പദത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹംസക്കുൾ ഉണ്ടായിരുന്ന വമ്മ് മാറി കെസ്റത്ത് കൊടുത്തു. മിനസ് സമായി, യൻസിൽ മത്തറു മിനസ് സമായി ആകാശത്ത് നിന്ന് മഴ ഇറങ്ങുന്നു. അക്തുബു ബിൽ ഖലമി,
അക്തുബു ഞാൻ എഴുതുന്നു, ബിൽ ഖലമി പേന കൊണ്ട്, ബി എന്നാൽ കൊണ്ട്, ആയി മായി യോട് അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് ബി. അക്തുബു ഞാൻ എഴുതുന്നു, ബിൽ ഖലമി പേന കൊണ്ട്, പേനയാൽ ഞാൻ എഴുതുന്നു. അൽ ഖലമു എന്ന പദത്തിന് മുമ്പിൽ ബി വന്നപ്പോൾ അൽ ഖലമി അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കൊടുത്തു. ലി മുഹമ്മദിൻ മുഹമ്മദിനുണ്ട്. ലി എന്ന ലി ല എന്നൊക്കെ പറഞ്ഞാൽ കിന് വേണ്ടി, ഫോർ എന്ന ഇംഗ്ലീഷിന്റെ അതേ അർത്ഥമാണ് ലി, കിന് വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. ലി മുഹമ്മദിൻ മുഹമ്മദിനുണ്ട്. ഖമീസുൻ ജമീലുൻ ഭംഗിയുള്ള ഷർട്ട്. ഖമീസ് എന്നാൽ ഷർട്ട്, ജമീലുൻ ഭംഗിയുള്ള. മുഹമ്മദിന് ഭംഗിയുള്ള ഷർട്ട് ഉണ്ട്. മുഹമ്മദിന്റെ മുമ്പിൽ ലി വന്നപ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് ദുൻ എന്ന് മാറി ദീൻ എന്നായി. ലി മുഹമ്മദിൻ മുഹമ്മദിനുണ്ട്. ഖമീസുൻ ജമീലുൻ ഭംഗിയുള്ള ഷർട്ട്. അല തോവിലെത്തി തൊബ്ഷൂറത്തുൻ. അല തോവിലെത്തി തൊബ്ഷൂറത്തുൻ മേശയുടെ മേൽ. അല എന്നാൽ മുകളിൽ, ഓൺ, മേൽ എന്നൊക്കെയാണ് അർത്ഥം. തോവിലത്ത് മേശ. തൊബ്ഷൂറത്തുൻ ചോക്കുണ്ട്. അല തോവിലത്തി തൊബ്ഷൂറത്തുൻ മേശയുടെ മുകളിൽ ചോക്കുണ്ട്. 6 തോവിലത്തിന്റെ മുമ്പിലായി അല എന്ന പദം വന്ന് ഹർഫ് ജർ വന്നത് കൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് തോവിലത്തി തി എന്നാണ് കൊടുത്തത്, കസ്ർ കൊടുത്തു തായിന്. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. യദ്ഹബുൽ വലദു ആൺകുട്ടി പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. യദ്ഹബു ഫിയോൽ മുദാരിയാണ്, വലദ് ഫായിലാണ്. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ഇല ഹർഫ് ജർ ആണ്. മസ്ജിദ് മസ്ജിദുൻ എന്നുള്ളത് മസ്ജിദി ഇല വന്നതുകൊണ്ട് ഇലൽ മസ്ജിദി എന്നായി. ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു, പോകും. അൽ ഫല്ലാഹു യഅരിഫു ജയ്യിദൻ അനി തുറാബി. അൽ ഫല്ലാഹു കർഷകൻ, ഫാർമർ. യഅരിഫു അദ്ദേഹം അറിയുന്നു, ജയ്യിദൻ വളരെ നന്നായി, അനി തുറാബി മണ്ണിനെ സംബന്ധിച്ച്. തുറാബ് എന്നാൽ മണ്ണ്. ആ നന്നായി പറ്റി കുറിച്ച്, സംബന്ധിച്ച്, നിന്ന് എന്നൊക്കെയാണ് അർത്ഥം. കർഷകൻ മണ്ണിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നു. അപ്പോൾ ചുവന്ന കളറിൽ കൊടുത്ത ഫി, മിന, ബി, ലി, അല, ഇല, അൻ, മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി ഇവയൊക്കെയാണ് ഹർഫ് ജർ. ഏതെങ്കിലും ഒരു നാമത്തിന് മുന്നിൽ ഈ ഹർഫുകൾ മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി ഈ ഹർഫുകൾ വന്നാൽ ആ നാമത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം, ജർ നൽകണം. അതാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നാം പഠിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി നഊദു ഇല ദർസി. പാഠത്തിലേക്ക് നമുക്ക് മടങ്ങാം. വനക്തശിഫു നമുക്ക് കണ്ടെത്താം. ഹുറൂഫൽ ജർരി ജറിന്റെ ഹർഫുകളെ. വൽ ഇസ്മൽ മജ്റൂറ അതുപോലെ ജർ നൽകപ്പെട്ട ഇസ്മിനെയും നമുക്ക് കണ്ടെത്താം. വനക്തുബു കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതുകയും ചെയ്യാം. ഒരു 4 കള്ളിയാണ്, 4 മുറബ ആണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പാഠം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ധാരാളം ഹർഫിന്റെ ജറ് പലതവണ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇസ്മുൽ മജ്റൂറ ഹർഫിന്റെ ഹുറൂഫുൽ ജറ് എന്നാൽ മിൻ, ഇല, അല, ഫി, ബി, ലി എന്നീ ഹർഫുകൾക്കാണ്. ഇവക്ക് ശേഷം വരുന്ന പദത്തെയാണ് നമ്മൾ ഇസ്മുൽ മജ്റൂർ ജറ് നൽകപ്പെട്ട നാമം എന്ന് പറയുന്നത്. പാഠഭാഗം തുടക്കം മുതൽ വായിക്കുമ്പോൾ ഫി സൊഫി ക്ലാസ്സിൽ, മിന സുഫൂഫി, ഫി നിഹായത്തി, ബി ഇൽഖായി, അൻ അയ്യി, അല അഷ്റഫിൻ, അല ആലിഹി, ബി തഹിയത്തി, ഫി ഹാദിഹിൽ മുനാസിബത്തി, അൻ മൗദൂഇ, അല വജ്ഹി, മിനൽ ലുആത്തി, ലിൽ അദീദി, മിനദ് ദുവലി, ബി ദീനി ന, ബി ദീനി, മിൻ ദീനിക്കും, മാ ജസീലി, അല ഹുസ്നി, ലില്ലാഹി എന്നിങ്ങനെ ധാരാളം ഹർഫ് ജറും അതുപോലെ ഇസ്മുൽ മജ്റൂറായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ആക്ടിവിറ്റി നുക്കമ്മിലു അൽ ജുമല താലിയ. താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാം. കമ്മല ഇക്കമ്മിലു നുക്കമ്മിലു നമുക്ക് പൂർത്തീകരിക്കാം. അൽ ജുമല താലിയ താഴെ വരുന്ന വാചകങ്ങളെ. ബി വളി ഹർഫി ജർരിൻ മുനാസിബിൻ യോജിച്ച ഹർഫ് ജറ്, യോജിച്ച ജറ് കൊടുക്കുന്ന ഹർഫുകളെ വെച്ചുകൊണ്ട് താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാം. 7 ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തത് അദ്റുസു ഡാഷ് അസ്സഫി സാബിയായി. അദ്റുസു ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിക്കും. ഡാഷ് അസ്സഫി സാബിയ 7ാമത്തെ ക്ലാസ് എന്നാണ്. 7ാമത്തെ ക്ലാസ്സിൽ എന്ന് പറയാൻ ഏത് ഹർഫാണ് ഉപയോഗിക്കുക? അദ്റുസു ഫി സഫി സാബിയ എന്നാണ് ഉപയോഗിക്കുക. അദ്റുസു ഫി സഫി സാബിയ എന്നാണ് ഉപയോഗിക്കുക. 2 അദ്ഹബു ഡാഷ് അൽ മദ്രസത്തി സ്വബാഹൻ. അദ്ഹബു ഞാൻ പോകുന്നു, അദ്ഹബു ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോകും. ഡാഷ് മദ്രസത്തി മദ്രസയിലേക്ക് എന്നാണ്. അവിടെ ലേക്ക് എന്ന അർത്ഥം വരുന്ന ഹർഫ് ജറ് ഇല എന്നാണ്. അദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ രാവിലെ. 3ാമത്തത് അഖ്തഉ അത്തുഫാഹത്ത ഡാഷ് അസിക്കീനി. അഖ്തഉ ഞാൻ മുറിക്കുന്നു, അത്തുഫാഹത്ത ആപ്പിളിനെ, ആപ്പിൾ. തുഫാഹത്ത് ആപ്പിൾ.
അഖ്തഉ ഞാൻ മുറിക്കുന്നു. ഡാഷ് അസ്സിക്കീന് കത്തി കൊണ്ട് എന്ന അർത്ഥമാണ് അവിടെ വരേണ്ടത്. കൊണ്ട് എന്ന അർത്ഥത്തിലുള്ള ഹർഫ് ബി എന്നാണ്. ബിസ്സിക്കീനി ബിസ്സിക്കീനി അഖ്തഉ അത്തുഫാഹത്ത ബിസ്സിക്കീനി. നാലാമത്തത് അൽ കിതാബു ഡാഷ് അൽ മക്തബി എന്നാണ്. അൽ കിതാബു അലൽ മക്തബി മേശയുടെ മുകളിലാണ് പുസ്തകം. മുകളിൽ മേൽ എന്ന അർത്ഥം വരുന്ന ഹർഫ് അല. അലൽ മക്തബി അവസാന ദശത്തിന് അല വന്നതുകൊണ്ട് ബി എന്ന് ചേർക്കണം, ജറ് കൊടുക്കണം. അൽ കിതാബു അലൽ മക്തബി. ഡാഷ് യാസിറിൻ ഖലമുൻ ജദീദുൻ ഖലമുൻ ജദീദുൻ പുതിയ പേന. യാസിർ യാസിറിനുണ്ട് ഉണ്ട് എന്ന് പറയണം. ലി യാസിറിൻ യാസിറിനുണ്ട് കിന് വേണ്ടി എന്ന അർത്ഥത്തിലുള്ള ലി യാസിറിൻ യാസിറിനുണ്ട് ഖലമുൻ ജദീദുൻ പുതിയ പേന. ആറാമത്തെ ആക്ടിവിറ്റി അർജിയോ ഞാൻ മടങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ മടങ്ങും. ഡാഷ് മദ്രസത്തി മസായൻ വൈകുന്നേരം മദ്രസയിൽ നിന്ന് എന്നാണ് എന്നർത്ഥം ലഭിക്കുന്ന ഹർഫ് ഏതാണ്? മിൻ എന്നാണ്. അർജിയോ മിനൽ മദ്രസത്തി മിന വന്നതുകൊണ്ട് മദ്രസ തി എന്നാണ്. അവസാനത്തെ അക്ഷരത്തിന് കസ്ർ ജറ് കൊടുത്തു. അർജിയോ മിനൽ മദ്രസത്തി മസാഅൻ വൈകുന്നേരത്തിൽ. ഏഴാമത്തത് അൽ മുദദ്ദിസു അധ്യാപകൻ. യഅരിഫു അദ്ദേഹം അറിയുന്നു, അദ്ദേഹം മനസ്സിലാക്കുന്നു. ഡാഷ് അഹ്വാലി ദാരിസീന ജയ്യിദൻ വളരെ നന്നായി. ഹാലുൻ ജംഅ അഹ്വാൽ അവസ്ഥകള്. ദാരിസീൻ വിദ്യാർത്ഥികളുടെ അവസ്ഥകളെ സംബന്ധിച്ച് എന്ന്, അവസ്ഥകളെ പറ്റി അവസ്ഥകളെ കുറിച്ച് എന്നൊക്കെ അർത്ഥം വരുന്ന ഹർഫ്. പറ്റി കുറിച്ച് സംബന്ധിച്ച് നിന്ന് എന്നൊക്കെ അർത്ഥം വരുന്ന ഹർഫ് അൻ എന്ന്. ഐനി നൂന് അൻ. അൽ മുദദ്ദിസു യഅരിഫു അൻ അഹ്വാലി ദാരിസീന ജയ്യിദൻ വളരെ നന്നായി വിദ്യാർത്ഥികളുടെ അവസ്ഥയെ സംബന്ധിച്ച് അധ്യാപകൻ അറിയുന്നു. അടുത്ത ആക്ടിവിറ്റി നുകമ്മിലു അൽ ഫിഖറത ബിവളഇൽ മുനാസിബി മിനൽ മുറബ്ബഅ. ചതുരത്തിൽ നിന്ന് യോജിച്ച പദങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പദങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗണ്ണിക പൂരിപ്പിക്കാം. നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. അൽ ഫിഖറത ഗണ്ണിക ബിവളഇ വെച്ചുകൊണ്ട് അൽ മുനാസിബി യോജിച്ച മിനൽ മുറബ്ബഅ ചതുരത്തിൽ നിന്ന്. ചതുരത്തിലെ മുറബലായി കൊടുത്തിരിക്കുന്നത് അൽ ലുഅത്തുൽ അറബി അറബി ഭാഷ. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ ലുഅത്ത് ഭാഷ. അൽ ഇസ്ലാമിയത്തു ഇസ്ലാമികമായ. അഖദം ഏറ്റവും പുരാതനമായ, ഏറ്റവും പഴയ, ഏറ്റവും പൗരാണികമായ. അഖദം ഖദീം അതിന്റെ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ് അഖദം. അൻസലല്ലാഹു അൽ ഖുർആൻ അൽ കരീം ഫി അല്ലാഹു തആല ഖുർആൻ വിശുദ്ധ ഖുർആനെ അല്ലാഹു ഇറക്കി. ഫി ലുഅത്തുൽ അറബി അറബി ഭാഷയിൽ. അൻസലല്ലാഹു അൽ ഖുർആൻ അൽ കരീമ ഫിൽ ലുഅത്തിൽ അറബിയ അറബി ഭാഷയിലാണ് അല്ലാഹു തആല ഖുർആൻ വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. ഖുർആനുൽ കരീം വിശുദ്ധ ഖുർആൻ ഫിൽ ലുഅത്തിൽ അറബിയ. വഹിയ ഡാഷ് ലുഅത്തി ഫിൽ അർള്. വഹിയ അഖദമുൽ ലുഅത്തി ഫിൽ അർള്. അഖദം ഏറ്റവും പുരാതന, ഏറ്റവും പൗരാണികമായ, ഏറ്റവും പഴയ ഭാഷയാണ് ഭൂമിയിലെ. അഖദമു ലുഅത്തി ഫിൽ അർള്. വഹിയ ഡാഷ് ഹദീസി ലുഅത്തുൽ ഹദീസി വൽ ഉലൂമുൽ മിൽ ഇസ്ലാമിയത്തി അയ്ളൻ. വഹിയ ലുഅത്തുൽ ഹദീസി ലുഅത്ത് വൽ ഉലൂമിൽ ഇസ്ലാമിയത്തി ഇസ്ലാമികമായ വിജ്ഞാനങ്ങളുടെയും ഹദീസുകളുടെയും ഒക്കെ ഒരു ഭാഷയാണ് അറബി ഭാഷ. ഐലൻ ഓൾസോ എന്നുള്ള അർത്ഥമാണ് ഐലൻ എന്ന് പറഞ്ഞാൽ. അന ഞാൻ ഡാഷ് അൽ ലുഅത്തുൽ അറബി അറബി ഭാഷയെ ഞാൻ ഉഹിബ്ബു ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബു അൽ ലുഅത്തുൽ അറബി അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി ഈ പാഠഭാഗത്ത് വന്ന മുഅ്ജം ഡിക്ഷണറി പുതിയ പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അഖാമ യുഖീമു സംഘടിപ്പിച്ചു. അൽ ജംഇയ്യത്തുൽ അദബിയ സാഹിത്യ സമാജം സർഗമേള. ഷാറക്ക യുഷാരിക്കു പങ്കെടുത്തു. സൊഫുൻ ജമ്മാണ് സുഫൂഫ്. ഫസ്ലുൻ ജമ്മ് ഫുസൂൽ. ഫസ്ല് സൊഫ് സുഫൂഫ് ക്ലാസ്. മുഖ്തലിഫത്ത് മുതനവ്വിഅത്ത് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ. മുഖ്തലിഫത്ത് മുതനവ്വിഅത്ത്. ഖദ്ദമ അൽഖ എന്നൊക്കെ പറഞ്ഞാൽ അവതരിപ്പിച്ചു. ഖദ്ദമ യുഖദ്ദിമു അൽഖ യുൽഖി. നശീദത്തുൻ ഈമാഇയത്ത് ആംഗ്യഗാനം. നശീദത്തുൻ അറബിയത്തുൻ ജമാഇയ അറബി സമൂഹ ഗാനം. വജീസത്തുൻ ലഘുവായ സിമ്പിൾ ലഘുവായ. അഹ്മിയത്ത് പ്രാധാന്യം. അഖദം ഏറ്റവും പഴയ, ഏറ്റവും പുരാതനമായ, ഏറ്റവും പൗരാണികമായ. അഖദം അരീഖ് എന്നൊക്കെ പറഞ്ഞാൽ. അൽ ലുഅത്തുൽ ഉമ്മ മാതൃഭാഷ. ലുഅത്തുൽ ഉമ്മ മാതൃഭാഷ. അദീദ് എണ്ണമറ്റ. കസീർ എണ്ണമറ്റ. അദീദ്. ഇസ്തഫ തെരഞ്ഞെടുത്തു. ഇഖ്താറ തെരഞ്ഞെടുത്തു. ഇഹ്തമ്മ യഹ്തമ്മു ബി എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ഇഖ്തതമ യഖ്തതിമു അവസാനിപ്പിച്ചു. യഖ്തതിമു
അവസാനിപ്പിക്കും. അൽ ബർലമാനുൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെന്റ്, പാർലമെന്റ്. അൽ ഇത്തിഹാദുൽ ഔറൂബി, യൂറോപ്യൻ യൂണിയൻ. അൽ ഉമമുൽ മുത്തഹിദ, ഐക്യരാഷ്ട്ര സഭ. ജമീലത്തുൻ ജമ്മ ജമീലാത്ത്, കൂട്ടുകാരികൾ. സ്വദീഖത്തുൻ ജമ്മ് സ്വദീഖാത്ത്, ഹബീബത്തുൻ ജമ്മ് ഹബീബാത്ത്, കൂട്ടുകാരികൾ. Thanks for watching my video. See me with the next video. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.